ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, ആയുർവേദ രഹസ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ ക്ലാസ് 2 ദിവസം കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ലാസ്സിനെ സ്വതന്ത്രമായൊരു മനസ്സോടുകൂടിയിരുന്ന് കേൾക്കുകയും ചെയ്താൽ എനിക്ക് പ്രയോജനപ്രദമായിരിക്കും. നിങ്ങളുടെ പ്രയോജനമല്ല ഞാൻ പറഞ്ഞു, അതെനിക്ക് വലിയ പ്രയോജനമായിരിക്കും. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങളുടെ സ്വതന്ത്ര ബുദ്ധിയിലും ആപേക്ഷികതയില്ലാതെയും കേൾക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞാൽ വളരെ പ്രാചീനമായ ഒരു സങ്കേതത്തെക്കുറിച്ചാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഒട്ടേറെ സംഘർഷങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അവ സുതാര്യമായി കണ്ടെത്തുകയും അപഗ്രഥിക്കുകയും പുനർപഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സുകൾക്ക് കഴിയണമെങ്കിൽ, അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ വളരെ സ്വതന്ത്രമായ ഒരു മനസ്സോടുകൂടി അതിനെ സമീപിക്കണം. കേവലമായ ഒരു തലത്തിൽ അതിന് നിങ്ങൾക്കിടയാക്കട്ടെ. ആശ്രമവും അതിൻ്റെ പരിസരവും അതിനുള്ള ശാന്തിയെ പ്രദാനം ചെയ്യട്ടെ. പരസ്പരം അറിഞ്ഞും അറിയിച്ചും ഇത് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒന്നാമത് ഇത്തരം സ്ഥാപനങ്ങളും സങ്കേതങ്ങളുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ അതിൻ്റെ കേവലതയിൽ പറ്റുക എന്ന് തന്നെയുമല്ല, ഒരു സങ്കേതത്തിൽ ആണ്ട് നിന്ന് സിലബസിനുള്ളിൽ നിന്ന് നിങ്ങളിതൊക്കെ പഠിക്കുന്നതിന് വെളിയിൽ ദാർശനികമായൊരു ചർച്ച പണ്ടുകാലം മുതൽ ഭാരതത്തിൽ നടന്നിരുന്നു. ഏതു വിഷയത്തെക്കുറിച്ച് ഭാരതീയ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഇത്തരം ചർച്ചകളുടെ വേദികളായിരുന്നു. അത് വളരെ ചുരുങ്ങുകയും പരിമിത പരിമാണത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിലിരുന്ന ഒരു അധ്യാപകനും അത് പഠിക്കാൻ വന്ന വിദ്യാർത്ഥിയുമായി പഠിക്കുന്ന സങ്കേതജടിലമായ ചർച്ചകൾക്ക് വെളിയിൽ സാർവലൗകികമായ തലത്തിൽ പല ചിന്തകളോടുകൂടിയും പല വികാരങ്ങളോടുകൂടിയും പല ഭാവങ്ങളോടുകൂടിയും പല ബന്ധങ്ങളോടുകൂടിയുമുള്ള മനുഷ്യർ ഒന്നിച്ചിരുന്ന ഇത്തരം വിഷയങ്ങളെ കേൾക്കുകയും അത് ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഒട്ടേറെ അറിവ് തുറന്നു വരാനുണ്ട്. അത് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറുകയാണ്. ആയുർവേദ രഹസ്യം എന്നാണ് വിഷയത്തിൽ വച്ചിരിക്കുന്നത്. ആയുർവേദം ആയുസ്സിനെ സംബന്ധിക്കുന്ന അറിവാണ്. ആയുസ് എന്നത് മനസ്സ്, ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ ഇവയെല്ലാം ചേർന്നതിനെയാണ് ആയുസ് എന്ന് വിളിക്കുന്നത്. അത് വ്യക്തതയോടുകൂടി പൂർവന്മാർ പറഞ്ഞിട്ടുമുണ്ട്.
ആയുസ്സിനെ സംബന്ധിക്കുന്ന അറിവിനെ അന്വേഷിക്കുവാൻ തുടങ്ങിയത് ഇന്നല്ല, പ്രാഗ്വൈദിക കാലഘട്ടം മുതലാണ്. വൈദിക കാലഘട്ടത്തിലാണ് അതിൻ്റെ ആദ്യത്തെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. ഋഗ്വേദവും യജുർവേദവും അഥർവവേദവും സാമത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ 3 വേദങ്ങളുടെ കാര്യം പറഞ്ഞത്. ആയുർവേദത്തെ ഋഗ്വേദത്തിന്റെ ഉപവേദമെന്ന് പറയുന്നുണ്ടെങ്കിലും പണ്ഡിതോചിതമായ അഭിപ്രായമനുസരിച്ച് അഥർവവേദത്തിന്റെ ഋക്കുകൾ മുഴുവൻ ഋജുവേദത്തിലുണ്ട് എന്ന അർത്ഥത്തിൽ അതിനെ ശരിവെച്ചുക എന്നാൽ തന്നെയും അഥർവവേദത്തിന്റെ ഭാഗമായാണ് ആയുർവേദത്തെ എണ്ണിപ്പോരുന്നത്. കാരണം ആയുർവേദത്തിന്റെ 2 ഭാഗങ്ങളായ സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അഥർവത്തിലാണ്. ആയുർവേദത്തെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ അതിൻ്റെ അറിവ് രഹസ്യമായതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ സംഘാടകർ ആയുർവേദ രഹസ്യം എന്ന് നാമകരണം ചെയ്തു. കാരണം ഏറ്റവും പ്രാചീന കാലത്ത് വൈശേഷികത്തിൻ്റെയും സാഖ്യത്തിൻ്റെയും സൈദ്ധാന്തിക തലങ്ങൾ വച്ചുകൊണ്ടാണ് ആയുർവേദം അതിൻ്റെ സമ്പ്രദായങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായ ആ സത്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ പ്രയോജനപ്രദമായി സൈദ്ധാന്തികവും പ്രായോഗികവുമായി ആയുർവേദം ഉപയോഗിക്കാൻ പറ്റും. അതറിഞ്ഞില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം ചരകം 45-ാമത്തെ ശ്ലോകത്തിലാണെന്നാണ് എൻ്റെ പരിമിതമായ ഓർമ്മ സൂചിപ്പിച്ചിട്ടുണ്ട്. സാമാന്യം വികാസമാണ്, വിശേഷം ഹ്രാസമാണ്. ഇത് വൈശേഷിക സൂത്രമാണ്. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ദീപിക വ്യാഖ്യാതാവായ ചക്രപാണി വളരെ വിപുലമായി സംസാരിക്കുന്നുണ്ട്. അറിവ് സാമാന്യത്തിലിരിക്കുമ്പോഴാണ് വികാസമുള്ള അറിവാകുന്നത്. വിശേഷിച്ച് വിഷയങ്ങളെ അറിയാൻ ശ്രമിച്ചു പോയി എങ്കിൽ അറിവിന് ഹ്രാസം വരും. അതുകൊണ്ട് ചികിത്സാശാസ്ത്രത്തിൽ സാമാന്യം, വിശേഷം എന്ന 2 അറിവുകളെ പരമപ്രാധാന്യത്തോടെ പഠിക്കേണ്ടി വരും. ആയുർവേദത്തിന്റെ സാമാന്യമായ അറിവ് ഹേതു വിപരീത ചികിത്സയിലാണ് മൗലികമായി നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകളിലൂടെ ആയുർവേദത്തിന് നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ ആയ ഒരറിവാണ്. അതിൽ ഉള്ള പരിജ്ഞാനമാണ് ഇന്നും ഏതെങ്കിലും പ്രഗത്ഭമതികളായ ആയുർവേദ ഭിഷഗ്വരന്മാരെ സൃഷ്ടിക്കുന്നത്. പക്ഷെ പലപ്പോഴും ആയുർവേദ പഠനങ്ങളിൽ പാരമ്പര്യവാദികളും ആയുർവേദ പഠനങ്ങളിൽ ആധുനികരും ഒരേപോലെ സമീപിക്കുന്നത് വിശേഷ ജ്ഞാനത്തെയാണ്. അതുകൊണ്ടാണ് മത്സരമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങളും അവകാശങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റുമുട്ടലുകളും ഈ രംഗത്ത് സ്വാഭാവികമാകുന്നത്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് വിശേഷ വിജ്ഞാനം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഹേതു വിപരീതത്തെയല്ല,
വ്യാധി വിപരീതത്തെയാണ്. സാർവലൗകികമായി അംഗീകരിച്ചു പോരുന്നതും ഗവേഷണങ്ങൾ നടക്കുന്നതും വികസിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് ആളുകൾക്ക് തോന്നുന്ന, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന, ഹ്രാസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദത്തിൻ്റെ വിശേഷജ്ഞാനം ഉൾക്കൊള്ളുന്ന വ്യാധി വിപരീതം. ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം അതീവ ശ്രദ്ധയോടുകൂടി ഇന്ന് മുന്നേറാൻ ആഗ്രഹിക്കുന്നത് ആ നിലയിലാണ്. ശോചനീയമായൊരു കാര്യം, 100,000 വർഷങ്ങൾ കൊണ്ട് ആയുർവേദത്തിൻ്റെ ഈ ശാഖ മാത്രം വിശേഷവിധിയായി പഠിക്കാൻ കഴിയുകയും വികസിപ്പിക്കുവാൻ കഴിയുകയും ചെയ്തിട്ടുള്ള ഹിപ്പോക്രാറ്റസിൻ്റെ സമ്പ്രദായം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന കാലമാണ്. ഈ പ്രതിസന്ധിയിൽ ലോകമെമ്പാടുമുള്ള ജനത അറിഞ്ഞോ അറിയാതെയോ അതിനേക്കാൾ സമഗ്രമായൊരു സംഭാവനയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വിശേഷ വിജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സമ്പ്രദായത്തിൽ ആയുർവേദത്തെ ഗവേഷണ ചതുരതയോടെ കൊണ്ടുപോകുവാൻ ആധുനിക ആയുർവേദക്കാരും പാരമ്പര്യവാദികളും ഭരണാധികാരികളും കച്ചവട സംഘങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും ആമുഖമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞിടത്തോളം എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലെങ്കിൽ ഞാൻ അല്പം കൂടെ അത് വിശദീകരിച്ചിട്ട് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കാരണം ഓരോന്നും മനസ്സിലായി പോയില്ലെങ്കിൽ നിങ്ങളാകെ ഇരുന്ന് വിഷമിക്കും. ഞാൻ പറഞ്ഞിടത്തോളം ചരിത്രവും പശ്ചാത്തലവും നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും എന്തെങ്കിലും വിശദീകരണം അതിലെ ഏതെങ്കിലും ഭാഗത്ത് വേണമെങ്കിൽ പറയാം. രണ്ട് സമ്പ്രദായങ്ങളും ആയുർവേദത്തിൻ്റെതാണ്. മൗലികമായി ആയുർവേദം പൗരാണിക കാലം മുതൽ കൈകാര്യം ചെയ്തു പോരുന്നതാണ് ഹേതു വിപരീതവും വ്യാധി വിപരീതവും. ആയുർവേദത്തിൻ്റെ മറ്റൊരു സംഭാവനയുണ്ട്, അത് തദർത്ഥകാരി ചികിത്സയാണ്. രോഗഹേതുവിനെ കണ്ടെത്തുകയും മാറ്റുകയും ചെയ്യും. ഇതിന് സാമാന്യ വിജ്ഞാനം ആവശ്യമാണ്. വിശേഷ വിജ്ഞാനം വരുമ്പോൾ മാത്രമാണ് വ്യാധി വിപരീത ചികിത്സ ഉണ്ടാകുന്നത്. ഈ രണ്ട് പദവും മനസ്സിലായോ? ആദ്യം നിങ്ങളെല്ലാവരും ആയുർവേദ വിദ്യാർത്ഥികളായിരിക്കും. സാമാന്യ ജനതയ്ക്ക് ഈ രണ്ട് പദവും മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഹേതുവായി വരുന്ന ഒരു ജീവന്റെ ഹേതുവിനെ തേടി പോകുമ്പോൾ ഒരു സാമാന്യത്തിൽ ആദ്യം എത്തിക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരാൾ കാണുമ്പോൾ അവൻ വിശേഷമാണ്. മനുഷ്യൻ എന്ന വിശേഷമാണ്. അവനിൽ കാണുന്ന പോലല്ല മറ്റൊരുത്തനിൽ കാണുന്നത്. അവന്റെ കാലിനാണ് രോഗം എന്ന് പറഞ്ഞാൽ കാലിനെ വെച്ചാണ് പഠിക്കുന്നത്. അവന്റെ ആന്തര അവയവങ്ങളിൽ രോഗമുണ്ടെന്നൊരു ഉപകരണം കൊണ്ട് കണ്ടെത്തിയാൽ അവന്റെ വയറ്റിലെ ഒരു മുഴയെയാണ് ചികിത്സിക്കുന്നത്. മനസ്സിലായോ എന്നറിയില്ല. സ്പെഷ്യലൈസേഷൻ കൊണ്ടും സ്പെഷ്യലൈസേഷൻ ഇല്ലാതെയും
സ്പെഷ്യലൈസേഷൻ ഇല്ലാതെ ഒരു ഭിഷഗ്വരൻ, ആയുർവേദക്കാരനോ ഹോമിയോ പഠിച്ചിട്ടുള്ളവനോ ആധുനിക വിജ്ഞാനം പഠിപ്പിച്ചിട്ടുള്ളവനോ ഇനി ഈ പ്രകൃതിയിൽ നിന്നുള്ള എടുത്ത് നിങ്ങൾക്ക് തരാൻ പോകുന്നവനോ ആയവൻ ആദ്യം തന്നെ രോഗിയെ ചികിത്സിക്കുവാൻ കണക്കിലെടുക്കുമ്പോൾ രോഗത്തെയാണ് ചികിത്സിക്കാൻ ഒരുങ്ങുന്നത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ വ്യത്യസ്ത മരുന്നുകൾ അവിടെ ഒന്നും ആവശ്യം വരുന്നില്ല. മരുന്നുകളുടെ എണ്ണം വളരെ കൂടേണ്ടിയിരിക്കുന്നു. ഓരോ അവയവത്തിലും വരുന്ന രോഗത്തിന്, ഓരോ അവയവത്തിലും ഓരോ തരത്തിൽ വരുന്ന രോഗത്തിന്, ഓരോ അവയവത്തിലും ഓരോ തലത്തിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിന്, ഓരോ ദേശത്തും ഓരോ കാലത്തും ജീവിക്കുന്ന വ്യക്തിക്ക് അത് എഴുതുവാൻ പോകുന്നവൻ വ്യത്യസ്തനാകുമ്പോൾ അവന്റെ മനസ്സിനിഷ്ടം തോന്നുമാറ് ആയിരം ഔഷധങ്ങൾ ആവശ്യമായി വരുന്നത് വിശേഷ വിജ്ഞാനത്തിലാണ്. അത്രയും മനസ്സിലായി? അവ മരുന്നുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കച്ചവട സംഘങ്ങൾക്ക് പ്രോത്സാഹനവും വ്യാവസായികമായ വികാസവും ലക്ഷോപലക്ഷം പേർക്ക് തൊഴിൽ ദാനവും എല്ലാമായി മാറുമ്പോൾ ഏതൊന്നിനെ ആസ്പദമാക്കിയാണോ ഈ തൊഴിൽ ദാനം, അവിടെ ശോഷണമുണ്ടാവുകയും അവിടെ ഹ്രാസം വരികയും ഏതിനെ ചികിത്സിക്കുവാൻ പോകുന്നു അത് ഫലപ്രദമാകാതെ വരികയും അതിലെ വിനാശം കൂടുതൽ സങ്കീർണമായ ചിന്തകൾക്ക് വഴിവെക്കുകയും അതിന് കൂടുതൽ ഗവേഷണം ചെയ്തുവെന്ന് പറയേണ്ടി വരികയും ലോകം പങ്കുവാവുകയും ചെയ്യും. മനസ്സിലായി? വൈകല്യങ്ങളുള്ള ജനനങ്ങൾ മാത്രമുണ്ടോ? അതിന് വ്യക്തി ജീവിതത്തിൽ നിലനിർത്താൻ പറ്റാതെ വരുമ്പോൾ സാമൂഹിക ജീവിതത്തിൽ നിലനിർത്തേണ്ടി വരും. ഈ കടങ്കഥയിലൂടെയാണ് 1500 വർഷമായി യൂറോപ്പ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ നിങ്ങളവിടെ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങി. ഇന്ന് നിങ്ങളവിടെ വേഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പ് എത്തിയതിനേക്കാൾ വേഗത്തിലാണ് നീന്താതെയും ഉരുളാതെയും കുട്ടികൾ എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്ന ഒരു കാലഘട്ടം എന്ന പോലെ നിങ്ങൾ പെട്ടെന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വ്യാധി വിപരീത ചികിത്സയുടെ ഫലമായി ഒരു രോഗം മറ്റൊന്നായി പരിണമിക്കുകയും അത് ചികിത്സിച്ച് വേറൊന്നായി പരിണമിക്കുകയും ചെയ്യുന്ന രോഗശൃംഖലയിലൂടെ പോവുകയല്ലാതെ ആരോഗ്യമെന്ന സങ്കല്പം ഈ നൂറ്റാണ്ടിൽ പരിപാലിക്കപ്പെടാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലേക്ക് ഭിഷഗ്വര വൃത്തി എത്തുന്നു. ഇതാണ് പരിണാമം. അതിലെ ശോചനീയത ആയിരക്കണക്കിന് കുടുംബങ്ങൾ, ആയിരക്കണക്കിന് വ്യക്തികൾ ജീവിക്കുന്നതിനിടയിൽ 1000-ൽ ഒരാൾക്ക് ഒരു കാലുവേദന വന്നാൽ, ഒന്ന് മുടന്തനായി ജനിച്ചാൽ, ഒന്ന് കണ്ണില്ലാതെ ജനിച്ചാൽ, ബാക്കിയുള്ളവരുടെ അറിയാത്ത സഹകരണം കൊണ്ട് ആ ഒരാളെ പോറ്റിപ്പോകാൻ പറ്റും. ശരിയല്ല? അവിടെ സാമൂഹ്യ പ്രവർത്തകരോ സാമൂഹിക നിയമങ്ങളോ സാമൂഹിക പരിവർത്തന ശ്രമമോ അനിവാര്യമല്ല. കൂട്ടുകുടുംബം, 40-50 അംഗങ്ങൾ, വീട് ചെറുതാണെങ്കിലും അതിനുള്ളിൽ ഒരു കണ്ണ് കാണാത്തവനോ ഒരു കാത് കേൾക്കാത്തവനോ ഒരു കാലില്ലാത്തവനോ ജീവിക്കാൻ വളരെ എളുപ്പമായിരുന്നു. മനസ്സിലായില്ല? ന്യൂക്ലിയർ കുടുംബം, അണുകുടുംബം. ഒരമ്മയ്ക്കും അച്ഛനും ജനിക്കുന്ന കുട്ടികളിൽ ആധുനിക വ്യാധി വിപരീത ചികിത്സയുടെ ഫലമായുള്ള പരിണാമം കൊണ്ട് കണ്ണിന് രോഗമുള്ളവരായി, കാലിന് രോഗമുള്ളവരായി,
3 കുട്ടികളും 4 കുട്ടികളും ഉണ്ടാവുക, കൊല്ലാൻ പറ്റാതെ വരിക, നിയമങ്ങൾ അതിന് സമ്മതിക്കാതിരിക്കുക. ആധുനിക ജനാധിപത്യ പ്രക്രിയയിൽ ഇതിനെ പോറ്റാൻ കുടുംബങ്ങൾക്ക് പറ്റാതെ വരിക. 4ഉം 5ഉം ക്യാൻസർ രോഗികൾ ഒരു കുടുംബത്തിൽ, 6ഉം 7ഉം കാല് മുറിക്കേണ്ടി വരുന്ന രോഗങ്ങളെ ബാധിച്ചിട്ടുള്ളവർ ഒരേ കുടുംബത്തിൽ, 10ഉം 15ഉമൊക്കെ രോഗികൾ കുടുംബങ്ങളിൽ. സാമ്പത്തികം, സമയം, ഇവയ്ക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരിക. അതുകൊണ്ട് അവയെ പാലിക്കുവാനുള്ള ഇൻഷുറൻസ് പദ്ധതികൾ വരിക. ഈ പദ്ധതികൾ ഉണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി ഓടാൻ വീട്ടിലുള്ളവർക്ക് നേരമില്ലാതെ വരിക. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, ഇത്തരം രോഗികളെ അധിവസിപ്പിക്കുവാൻ. പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടാവുക, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ. അവിടെ തൊഴിലാളികളെ വെച്ച് ചെയ്യുമ്പോൾ, വ്യാവസായികമായി ചെയ്യുമ്പോൾ കരുണയും മനസ്സും ഇല്ലാതെ വരിക, അവയവങ്ങളും മറ്റും എടുത്തു മാറ്റുക. വിശേഷ ചികിത്സയിലൂടെ മാനവൻ പുരോഗമിച്ച് അവയവ വ്യവസായം വരെയുള്ള വിപുലമായ രംഗങ്ങളിൽ ആധുനികൻ ഇന്നെത്തി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു വാക്കോ വരിയോ അനാവശ്യമായി ഞാൻ ഉപയോഗിച്ചുവെന്ന് തോന്നിയാൽ എന്നോട് നിങ്ങൾക്ക് പ്രതികരിക്കാം, അല്ലെങ്കിൽ നിശബ്ദമായി ശ്രദ്ധിച്ച് കേൾക്കാം. Am I right? ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടോ? ഞാൻ ഒരു കേന്ദ്രം വെച്ച് മാത്രമല്ല പറഞ്ഞു. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ മാർച്ച് നടന്നാൽ എല്ലാ ഫ്ലക്സ് ബോർഡിലും ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് ഉൾപ്പെടെ ഒരു 100,000 പേർ നിൽക്കുകയാണ് പണം സമാഹരിക്കാൻ, സാമൂഹ്യ പ്രവർത്തനത്തിന്, കൊച്ചുകുട്ടികളെ പോറ്റാൻ. നിങ്ങളുടെ അടുത്ത തലമുറയെ ഫ്ലക്സ് ബോർഡിൽ നിരത്തി നിർത്തി വളരെ വൈകല്യങ്ങളോടുകൂടിയ ഒരു തലമുറയെ നിരന്തരമായി കാണിച്ച് അതിന് പണം കൊടുക്കൂ എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ബോർഡുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. Am I right? അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. പക്ഷെ ചരിത്രപരമായി മുൻകാലങ്ങളിൽ ഇങ്ങനൊരവസ്ഥ ഇല്ലെങ്കിൽ ആ അവസ്ഥയില്ലായ്മയുടെ കാരണം സാമാന്യ ചികിത്സ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാമാന്യത്തിലൂന്നിയ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ചികിത്സാ പദ്ധതി സമഗ്രമായ ആയുർവേദ ദർശനത്തിനുണ്ടായിരുന്നു. സാമാന്യമെന്ന പദം പറയുമ്പോഴും വികാസത്തിന് കാരണമാകുമ്പോഴും അതിൻ്റെ അന്തസ്ഥിത ചൈതന്യം അറിവിൽ രഹസ്യമായി നിന്നുവോ എന്ന അന്വേഷണവും പഠനവും അതിനെ ആസ്പദമാക്കിയുള്ള ഒരു അപഗ്രഥനവുമായിരിക്കാം ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അവർ എന്നോട് ആയുർവേദ രഹസ്യം പറയാൻ പറഞ്ഞത്. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വിഷയം കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമോ? വിഷയം അങ്ങനെ തെരഞ്ഞെടുത്തതും അങ്ങനെ തിരിച്ചതുമൊക്കെ എൻ്റെ ബോധമാണ്. പക്ഷേ നിങ്ങൾ തന്നൊരു പദത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ആയുർവേദം സാമാന്യമെന്നും വിശേഷമെന്നും പറയുന്ന ചികിത്സയിലെ ഹേതുവിപരീതമടങ്ങുന്ന സാമാന്യത്തിൻ്റെ തലമെന്താണ്? അതെങ്ങനെ നഷ്ടപ്പെട്ടു? സർവോത്തമനും മഹാത്മാവും മാനവസ്നേഹിയുമായ
ആരുടെ മനസ്സ് മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി രക്തമൊഴുക്കുന്നു അവൻ മഹാത്മാവാണെന്നും ആര് മറ്റുള്ളവനെ ഉപദ്രവിക്കുമ്പോൾ സന്തുഷ്ടനാകുന്നു അവൻ ദുരാത്മാവാണെന്നും കൃത്യമായി നിർവചിക്കുക വരെ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആരാധ്യ കഥാപാത്രമായ ഗാന്ധിജി, രാഷ്ട്രപിതാവ്, ഒരിക്കൽ ഉപയോഗിച്ച പ്രസ്താവനയിൽ ഭാരതീയ ദാർശനിക സമീക്ഷയിലെ അത്യുന്നതമായ ആയുർവേദത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കാനും തിരിഞ്ഞു ചിന്തിക്കുവാനുമുള്ള ബീജമുണ്ടായിരുന്നു. വ്യക്തിയെ അങ്ങേറ്റം ബഹുമാനിച്ചുകൊണ്ടാണ് പറഞ്ഞത്. തെറ്റിദ്ധരിക്കണ്ട. അബദ്ധങ്ങൾ ലോകത്ത് ആർക്കും പറ്റും എന്നതിൻ്റെ തെളിവുമാണത്. ഒരുപാട് മഹാപുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഭാരതം. വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തി ശാസ്ത്രങ്ങൾ വളരരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഭാരതം. വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴെല്ലാം വ്യക്തിക്ക് വരുന്ന വികാരങ്ങളും വികലതകളും ശാസ്ത്രത്തിൽ വന്നു ഭവിക്കുക സ്വാഭാവികമാണ്. Am I right? എനിക്ക് 1000 ബന്ധങ്ങളും 1000 കുഴപ്പങ്ങളും എനിക്കുണ്ട്. ഉത്തമമായൊരു ശാസ്ത്രമെടുത്ത് ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉത്തമ ഭാഗം മാത്രമേ നിങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അപകടമില്ല. എന്നെ ചേർത്ത് വെച്ചാണ് നിങ്ങളത് പഠിക്കാൻ പോകുന്നതെങ്കിൽ അപകടം വളരെ ഉണ്ടാവും. Am I right? എൻ്റെ തെറ്റുകളെ കൂടി നിങ്ങളിലെ പണ്ഡിതന്മാർക്ക് എൻ്റെ ശരിയോടൊപ്പം ചേർത്ത് വ്യാഖ്യാനിക്കേണ്ടി വരും. അത്തരമൊരു അടിമത്തം ആധുനികതയിലുണ്ട്. ശരിയാണ്. വ്യക്തിശാസ്ത്രങ്ങളെയും വ്യക്തിചിന്തകളെയും അതിജീവിക്കുന്നുവെന്ന് തോന്നുന്ന ഒരു ഭക്തി പ്രസ്ഥാനം വ്യക്തി അധിഷ്ഠിതമായി ഇന്ത്യയിൽ വളരെ കൂടുതൽ വളർന്നു വരുന്നുണ്ട്. ഹരിജൻ മാസികയിൽ ആണ് അദ്ദേഹം ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത്. അദ്ദേഹം ആധുനിക ശാസ്ത്രത്തിൻ്റെ മരുന്നുകളാണ് കഴിച്ചത്. എനിക്കതാണ് പഥ്യം, ഞാനത് കഴിച്ചാലാണ് രോഗം മാറുന്നത് എന്നൊരു പദം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ല? എൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. മറ്റതെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാലും വലിയ അപകടമില്ല. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ അവതാരകനായ ഗാന്ധിയോട് അന്ന് പത്രക്കാർ ചോദിച്ചു, ഇദ്ദേശ്യമായ ആയുർവേദം നിലനിൽക്കെ എന്തിനാണ് അങ്ങ് രക്തസമ്മർദ്ദത്തിന് ഈ മരുന്ന് കഴിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ആയുർവേദം മൃതമാണെന്ന്. വികാസമില്ലാത്ത ത്രിദോഷ സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുർവേദത്തിന് ജീവനില്ല. അതിൽ ഗവേഷണങ്ങൾ നടക്കുന്നില്ല. ആധുനിക ശാസ്ത്രത്തിൽ ഗവേഷണങ്ങൾ വേണ്ടത്ര നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ജീവസുറ്റതാണ് എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. രാഷ്ട്രപിതാവാണ് അദ്ദേഹം, ബഹുമാന്യനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ വളരുകയും വികസിക്കുകയും ചെയ്തയാളാണ്. അങ്ങനൊരാളിൽ നിന്ന് ഇത്തരമൊരു സംഭാഷണം വന്നാൽ സാമാന്യ ജനങ്ങൾ ഏതാണ് സ്വീകരിക്കുക? ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ശാസ്ത്രത്തിനും സങ്കേതത്തിനും വന്ന ഒന്നാമത്തെ അപജയം. പഠിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്, ഒറ്റ കേൾവിയിൽ മനസ്സിലാകുന്നതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിക്കാൻ പറ്റുന്നതാണ് വേദാന്തം.
ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, ആത്മനിഷ്ഠനായിരിക്കുക. ലോകം ഉണ്ട് എന്ന് സമ്മതിക്കാതിരിക്കുക, കാരണം ലോകമില്ല. അത് പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കുന്നതൊരു കർമ്മമാണ് എന്ന് വിചാരിക്കാതിരിക്കുക. അതുകൊണ്ട് ആയുർവേദാദികളായ ചിന്തകൾ അനാവശ്യങ്ങളും പാപങ്ങളും വിനാശകരവുമാണെന്ന് ഏറ്റവുമധികം ലോകത്തോട് സംസാരിച്ചിട്ടുള്ളത് ഇന്ത്യൻ വേദാന്തികളാണ് ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ. ഒളിഞ്ഞും തെളിഞ്ഞും, രഹസ്യമായും പരസ്യമായും. ഇത് രണ്ടാമത്തെ കാര്യമാണ്, വിനാശത്തിൻ്റെ. ആയുർവേദം എന്നത് രോഗിയെ ചികിത്സിക്കുന്നതാണ്. അവന്റെ പാപത്തെ ചികിത്സിച്ച് ഭേദാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് അത് തെറ്റായ ഒരു രീതിയാണ്. അറിവുള്ളവർ ചെയ്യരുതാത്തതാണ്. മനസ്സിലായില്ല? അറിവുള്ളവർ ചെയ്യരുതാത്തതാണ്. വേദാന്തം പഠിപ്പിക്കുന്നത് ഒരു കർമ്മവും ചെയ്യാതെ നിഷ്ക്രിയനായിരുന്ന് ധ്യാനിക്കാനാണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. ആയുർവേദം വളർന്നു വന്ന വൈദിക സംജ്ഞയെയോ ഉപനിഷത്തുകളെയോ അതിൻ്റെ പ്രമാണങ്ങളെയോ അതെങ്ങനെ ആത്മനിഷ്ഠമായ ജീവിതത്തിന് പ്രയോജനപ്പെടുമെന്നോ അത് നിങ്ങളുടെ ധ്യാനാത്മകതയിലൊക്കെ എങ്ങനെ കൂടുതൽ ശക്തി പകരുമെന്നോ ചിന്തിക്കാതെ, മനസ്സിലായില്ല, അങ്ങനെയുള്ളവർക്ക് രോഗം വന്നാൽ പോലും ആയുർവേദത്തെ സമീപിക്കരുതെന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെ തന്നെ പോകണമെന്നും അംഗഭംഗം വന്നാൽ പോലും അതാണ് ഉത്തമമെന്നും പറയുന്ന ഒരു വേദാന്ത നിര ഇന്ത്യയിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ? അവർ രഹസ്യമായി പരിപോഷിപ്പിക്കുന്നതും അവരുടെ സംഭാഷണങ്ങളിൽ അവരുടെ ഭക്തജനങ്ങളോട് പറയുന്നതും ഇത്തരത്തിലായതും ഇതിനെ അധപ്പതിപ്പിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട്. ക്ലിയർ? ഇത് രണ്ടാണ്. എന്നാൽ അത്തരം അധിക്ഷേപങ്ങളെ ഉൾക്കൊണ്ട് ഞാൻ വളരെ താഴ്ന്നവനാണ്, ഞാൻ ചെയ്യുന്ന കർമ്മം അത്ര ഉത്തമമൊന്നുമല്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഉത്തമമാണ് എന്ന് പറഞ്ഞ് അധമത ഏറ്റെടുക്കാനുള്ള വിശാലതയും ഈ രംഗത്ത് നിൽക്കുന്നവർക്കുണ്ടാകാതെ പോയിട്ടുണ്ട്. ക്ലിയർ? അതുകൊണ്ട് ഇട്ടിട്ട് ഓടുകയോ അതുമല്ലെങ്കിൽ അതിനോട് മത്സരിക്കാൻ പോവുകയോ ചെയ്ത് അധപ്പതിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ ആയുർവേദത്തിന്റെ രഹസ്യവും സമഗ്രതയും സാമാന്യവൽക്കരണവും ഉൾക്കൊള്ളാതെ പോവുകയും അതിന്റെ ഭാഗം മാത്രമായ വ്യാധി വിപരീതത്തെ പരമപ്രാധാന്യത്തോടെ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം വ്യാധി വിപരീതത്തിൽ ചെയ്ത ആധുനികങ്ങളായ സുശക്തങ്ങളായ ഔഷധങ്ങൾ പരാജയപ്പെട്ടിടത്ത് വ്യാധി വിപരീതത്തിന്റെ അത്രയും രൂക്ഷങ്ങളല്ലാത്ത ഔഷധങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വന്നതുകൊണ്ട് ആയുർവേദ ഭിഷഗ്വരനും ആയുർവേദ ചികിത്സയും തകർന്നു വശായിട്ടുണ്ട്. ക്ലിയർ? ഓരോന്നെടുത്ത് നോക്കിക്കോണം. കാരണം ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഉൾപ്പെടെ ഗവേഷണ ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള അതീവ
രൂക്ഷങ്ങളായ ഔഷധങ്ങൾ പ്രയോഗിച്ച ഒരു ശരീരത്തിലേക്ക് വീണ്ടും വ്യാധി വിപരീതത്തിൽ തന്നെ ചികിത്സിച്ച് ആ രോഗിയെ ഭേദാക്കാമെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ചികിത്സകൻ ആയുർവേദവും വെച്ചുകൊണ്ടിരുന്നാൽ അത് കൂടുതലായിത്തീരുകയും അത് ശാസ്ത്രത്തിന് പേരുദോഷം വരികയും അവൻ്റെ പേരുദോഷം അല്ലാതായിത്തീരുകയും ചെയ്ത് ആയുർവേദം നശിക്കാനിടയായിട്ടുണ്ട്. ഇന്നലെ ജീവൻ രക്ഷാ ഔഷധങ്ങളായ അതിരൂക്ഷങ്ങളായ ഔഷധങ്ങൾ കഴിച്ച് താൽക്കാലികമായ ശാന്തി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും രൂക്ഷങ്ങളല്ലാത്ത ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ വരുന്ന വികൃതികൾ, അല്പമാത്രമായ വികൃതികൾ പോലും ബന്ധുക്കൾക്കും രോഗിക്കും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ വീണ്ടും ഓടി അതേ രൂക്ഷതയുള്ള ഔഷധം കഴിക്കാൻ ഓടിപ്പോകുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ചീത്തയും ആട്ടും തെറിയും ആയുർവേദമെന്ന സത്യം ഏറ്റുവാങ്ങുകയും അതിനെ അധപ്പതിപ്പിക്കുവാൻ അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. Are all these true? ഞാൻ പോകുന്ന ഒരു അടുക്കിലാണോ അതോ സമഗ്രമാണോ? അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. എവിടെയെങ്കിലും എൻ്റെ സമഗ്രതയ്ക്ക് തെറ്റുപറ്റിയാൽ എന്നെ ഓർമ്മിപ്പിക്കാൻ മറക്കരുത്. ആവശ്യമില്ലാതെ ചോദ്യവും ചോദിക്കരുത്. ആവശ്യത്തിന് എല്ലാ ചോദ്യവും ചോദിക്കുകയും അതിനേക്കാൾ എല്ലാം പ്രധാനമായി ഒരു സാമാന്യത്തിൽ ഊന്നിയുള്ള ഒരു പദ്ധതി രൂപാന്തരപ്പെടാതിരിക്കാൻ ആയുർവേദത്തിന്റെ ജീവിതക്രമം ഒരു ചികിത്സയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. പ്രാചീനമായ ആയുർവേദ സിദ്ധാന്തത്തിന്റെ ആഹാരം, വിഹാരം തുടങ്ങിയ ഭാഗങ്ങളെ ആധുനികതയ്ക്ക് യോജിക്കും വിധം സ്വീകരിച്ചുകൊണ്ടും ആധുനിക രസായന ശാസ്ത്രത്തിൽ കെമിസ്ട്രിയിൽ നിന്നുകൊണ്ട് അവയെ വ്യാഖ്യാനിച്ചുകൊണ്ടും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അപകടങ്ങളെ ഗവൺമെന്റ് തലത്തിൽ തൊഴിൽ ലഭിച്ച ഫാർമസിസ്റ്റുകളുടെ സഹായത്തോടുകൂടി അതിനെതിരായ വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ടും പുതിയൊരു വ്യാവസായിക തലം കേരളത്തിൽ രൂപപ്പെടുകയും ചെയ്തു. സുരക്ഷിതമായ തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ, സുരക്ഷിതമായ ശമ്പളവും പെൻഷനും ഉറപ്പായി കഴിഞ്ഞാൽ താൻ നിലകൊള്ളുന്ന തൊഴിലിനും അതിൻ്റെ പാരമ്പര്യത്തിനും പ്രസ്ഥാനത്തിനും എതിരായി നീങ്ങുന്ന ഒരു ജനത കേരളത്തിൽ ശക്തമായി ആധുനികതയിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. തൊഴിൽ ചെയ്യാതിരിക്കാൻ. Am I right? ഈ കൂട്ടർ ഏറ്റവും കൂടുതൽ വിലസുന്നത് ഗവൺമെന്റ് തലത്തിൽ ശമ്പളം കിട്ടുന്ന ഫാർമസിസ്റ്റുകളായി ജോലി ചെയ്യുന്ന തലങ്ങളിലാണെന്ന് തോന്നുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അപകടങ്ങളെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരാണ്. മാർട്ടിൻഡെയിൽ പോലുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചും പഠിച്ചും അതിൽ നിന്ന് കുത്തിക്കുറിച്ചും ആക്ടിവിസ്റ്റുകൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അറിവ് പകർന്നും ഒരു ഭക്തി പ്രസ്ഥാനം പോലെ അത്തരം പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നും പാശ്ചാത്യവും പൗരസ്ത്യവുമായ ജീവിതക്രമങ്ങളിൽ പലതിനെയും സ്വീകരിച്ചുകൊണ്ടും അതൊരു ജീവിതക്രമമാണ് എന്ന സത്യം മറന്ന് ഒരു ചികിത്സാ സമ്പ്രദായമാണ് എന്ന നിലയിൽ ഒരു സമാന്തര ചികിത്സാ സമ്പ്രദായം കേരളത്തിൽ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. Am I right?
ഒരു പക്ഷേ ആയുർവേദത്തെക്കാൾ, ആധുനിക വൈദ്യശാസ്ത്രത്തെക്കാൾ ചെലവേറിയതുമാണ് അത്. Is it true? ശരിയുണ്ടോ? ഏറിയതാണ്, വളരെ കൂടിയത് ചെലവേറിയതാണ്. അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ ശ്രദ്ധേയങ്ങളാണ്. രോഗപരിശോധനയെ നടത്തുന്നതിൽ, അഷ്ടസ്ഥാന പരീക്ഷകളെ നടത്തുന്നതിനെ കുറിച്ചുള്ള സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളാത്ത അവർ നിങ്ങളുടെ വികാരത്തെ പ്രദ്യോതിപ്പിക്കുവാൻ പാകത്തിന് പറയുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. വായിലേക്ക് പോകുന്നതാണ് പരിശോധിക്കേണ്ടത്, വയറ്റിൽ നിന്ന് പോകുന്നതല്ല പരിശോധിക്കേണ്ടത്. കേൾക്കുമ്പോൾ വളരെ ശരിയെന്ന് തോന്നും. മനസ്സിലായില്ല? കേരളം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ് ഇറ്റ് ട്രൂ? കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഇപ്പം നിങ്ങൾ പുറത്തൊന്നും നോക്കാതെ നടക്കുന്നത്. രോഗനിർണയത്തിൽ മലം ഏറ്റവും പ്രധാനമാണ്. നടക്കാൻ വയ്യാത്ത ഒരു കുഞ്ഞ് കുട്ടിക്കാലത്തുണ്ടെങ്കിൽ ഒരമ്മ പണ്ട് ചെയ്തിരുന്നത്, ഒരു വൈദ്യശാസ്ത്രവും പഠിക്കാത്തൊരമ്മ പണ്ട് ചെയ്തത്, ഒരു കലത്തിലോ ഒരു ചെറിയ ചട്ടിയിലോ വെള്ളം ഒഴിച്ചിട്ട് ആ കുഞ്ഞിനോട് അതിൽ മലം വിസർജിക്കാൻ പറയുക. അത് താന്ന് കിടക്കുന്നോ പൊങ്ങിക്കിടക്കുന്നോ നോക്കിയാണ്. എത്രത്തോളം അതിലെ മെറ്റലുകളും മിനറലുകളും കുഞ്ഞിൻ്റെ ശരീരം ദഹിപ്പിച്ചു. ദഹിപ്പിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണോ കുഞ്ഞ് മുടന്തി നടക്കുന്നത്? ഒരുപാട് പണിയൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഒരല്പം ബലാരിഷ്ടം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നതാണ്. ഒരു 5 പൈസയുടെ മരുന്ന് വരെ വേണ്ട. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഇന്ത്യൻ അമ്മമാർക്ക് കഴിഞ്ഞിരുന്നു. ഇത് മലപരിശോധന തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് മലം പരിശോധിക്കുന്ന വിവിധ രീതികൾ ഇന്ന് വികസിച്ചിട്ടുണ്ട്. രോഗം വന്നവന്റെയാണ് മലം പരിശോധിക്കുന്നത്. മനസ്സിലായില്ല? ഹേതുവായിരിക്കുന്ന ദോഷങ്ങളെ പരിശോധിച്ചിട്ട്, ദോഷങ്ങൾ ഏതിനെ ദൂഷിതമാക്കുമോ ആ ദൂഷ്യങ്ങളെ പരിശോധിച്ചിട്ട്, ധാതുക്കളെ പരിശോധിച്ചിട്ട്, ഏതൊന്നാണോ പചനപാചനാദികൾക്ക് പ്രയോജനപ്പെടുന്നത് ആ അഗ്നിയെ പരിശോധിച്ചിട്ട്, ഏതൊന്നിലാണോ സൃഷ്ടി ചാതുര്യത്തോടുകൂടി വർത്തിച്ചത് ആ ക്ലേദത്തെ പരിശോധിച്ചിട്ട് ഒക്കെ ചികിത്സിക്കാൻ കഴിയും. ഈ സമ്പ്രദായങ്ങളെയെല്ലാം വികാരപരമായ ഒരു അംശത്തിൽ സംഘടിതമായി മുന്നേറി തകർക്കുവാൻ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം മുദ്രാവാക്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. Am I right? ഇതെല്ലാം ആയുർവേദത്തിൻ്റെ രഹസ്യമടങ്ങുന്ന ഹേതു വിപരീത ചികിത്സാ സമ്പ്രദായങ്ങളെ തകർക്കാൻ കാരണമായി തീർന്നിട്ടുണ്ട്. ഒട്ടനേകം കാരണങ്ങൾ ഇതിൽ നിന്ന് രൂപാന്തരപ്പെട്ടുണ്ട്. എങ്കിലും ഏതാണ്ട് സാമാന്യന മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അതുകൊണ്ട് ആമുഖം കഴിഞ്ഞ് പ്രവേശിക്കും. എന്താണ് ആയുർവേദ രഹസ്യം? അതിനെ സമഷ്ടിയിലും വ്യഷ്ടിയിലും അറിയാം. ആദ്യം നമുക്ക് സമഷ്ടിയിൽ അറിയാം, സാമാന്യമായതുകൊണ്ട്. സൃഷ്ടമായൊരു പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ടാണ് സൃഷ്ടമായ മനുഷ്യനെയും അവൻ്റെ ജീവനെയും കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ
ദ്രവ്യങ്ങൾ കൊണ്ട് സൃഷ്ടമായിരിക്കുന്ന ചുറ്റുപാടും അതേപോലെ ദ്രവ്യങ്ങൾ കൊണ്ട് സൃഷ്ടമായിരിക്കുന്ന